സംസ്ഥാനത്ത് കണ്ടെത്തിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വഴി പാകിസ്ഥാനിലേക്ക് വിളിച്ച കോളുകളിലെ ദുരൂഹത തുടരുകയാണ്. പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും നിരന്തരമായി കോളുകൾ പോയിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് കേരളം ഭീകരരുടെ താവളമാകുന്നു, അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്ത് ഭീകരപ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ സുരക്ഷിതമായി വന്ന് താമസിക്കാനുള്ള സേഫ് ഹേവനായി കേരളം മാറുന്നു എന്നുള്ള ആരോപണം വളരെ ശക്തമായി തുടരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഭീകരരുടെ സ്ലീപ്പർ സെല്ലുകളോ ശത്രു രാജ്യങ്ങളുടെ ചാര സംഘങ്ങളോ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറിയിരുന്നോ എന്നാണ് കണ്ടെത്തേണ്ടത്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും ഈ കാലയളവിൽ ഇത്തരം കോളുകൾ നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. സുധീഷ്, എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ആരൊക്കെയാണ് കേരളത്തിലേക്ക് കുടിയേറിയിരിക്കുന്നത്? പ്രദീപുള്ള വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഇത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കേരളത്തിൽ 14 പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 20 സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളാണ് പ്രവർത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുമ്പോൾ അതിൽ നിരവധി കോളുകൾ പാകിസ്ഥാനിലേക്ക് പോയിരിക്കുന്നു എന്നത് വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെയാണ് ബംഗ്ലാദേശിലേക്കും കോളുകൾ പോയിട്ടുണ്ട്. ഇതിലെല്ലാം എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിൽ ഫോൺ ചെയ്യുന്നവർ അതിൽ മലയാളികളുണ്ട്. അത്തരം മലയാളികൾ എന്ത് ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഫോൺ കോളുകൾ ചെയ്തിട്ടുള്ളത്? അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി എത്തുന്നവർ കേരളം സുരക്ഷിത താവളമാക്കുന്നു. അത്തരം ആൾക്കാരും ഈ ഫോൺ കോളുകൾ വിളിച്ചവരിലുണ്ട്. അതിൽ ബംഗ്ലാദേശിൽ നിന്നും എത്തിയവരുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അടക്കം സംസ്ഥാന പോലീസിനും മറ്റും വിവരം നൽകുമ്പോഴും അവരെ കണ്ടെത്തി കൃത്യമായി ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പലപ്പോഴും അത്തരം നടപടികളിൽ പാളിച്ചകൾ ഉണ്ടാകുന്നു എന്നതാണ് ഈ വൈകിയുള്ള ഇത്തരം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ കണ്ടെത്തലും അത്തരം കണ്ടെത്തലുകളിലെ തുടർന്നുള്ള അന്വേഷണത്തിൽ പാകിസ്ഥാനിലേക്ക് അടക്കം ഫോൺ ചെയ്തു എന്നതും വ്യക്തമാകുന്നത്. ഇതിൽ ഈ ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. അത്തരം ആൾക്കാരിലേക്കാണ് ഫോൺ കോളുകൾ പോയിരിക്കുന്നത് എന്ന ഒരു നിഗമനം തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. എന്നാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയിൽ തന്നെ നിരവധി ബംഗ്ലാദേശികളെ ഇവിടെ നുഴഞ്ഞു കയറി വന്ന് താമസിച്ചിരുന്ന വ്യാജ രേഖകൾ ഉണ്ടാക്കി താമസിച്ചിരുന്നവരെ പിടികൂടിയിരുന്നു. ഇത്തരം ആൾക്കാരും ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുവഴി വിദേശത്തേക്ക് സമീപ രാജ്യങ്ങളിലേക്ക് ഫോൺ കോളുകൾ ചെയ്തിട്ടുണ്ട് എന്നതെല്ലാമാണ് വ്യക്തമാകുന്നത്. ഇതെല്ലാം തന്നെ മൊത്തത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളിലെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായി കൂടി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അത്തരം പ്രവർത്തികൾക്ക് കേരളം ഏറ്റവും സുരക്ഷിതമാകുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇപ്പം തന്നെ നമുക്കറിയാം, നിരവധി പേരാണ് ബംഗ്ലാദേശിൽ നിന്നും വ്യാജ രേഖകൾ ചമച്ച് ഇവിടെ വന്ന് ബംഗാളികൾ എന്ന രീതിയിൽ, ഇല്ലെങ്കിൽ ഇതര സംസ്ഥാന വിവിധ ഭാഷാ തൊഴിലാളികൾ എന്ന രീതിയിൽ ജോലി ചെയ്യുന്നത്. ഇത്തരം ആൾക്കാരുടെ രഹസ്യ പ്രവർത്തനങ്ങൾ അത് രാജ്യദ്രോഹപരമായി ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ഭീഷണിയാവുന്ന തരത്തിലാണ് എന്നതുകൂടി നമുക്ക് ഗൗരവതരമായി കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെയെല്ലാം വിരൽ ചൂണ്ടുന്നതാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനവും അതിൽ നിന്ന് പോയിട്ടുള്ള ഫോൺ കോൾ വിവരങ്ങളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നതും. വർഷങ്ങളാണ് കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളുടെ വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ നൽകിയിട്ടുള്ളത്.